ഞാനിപ്പോൾ നിൽക്കുന്നത് യു എയിലെ ഒരു ഫിറ്റ് ഔട്ട് ഫാക്ടറിയുടെ മുമ്പിലാണ്. ഇതിനെ നയിക്കുന്ന സാരഥിയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഇദ്ദേഹം മാത്യൂസ് കറിയ. ഒരു കാർപ്പൻട്രി വർക്ക് ഡിസൈൻ ചെയ്തതിനു ശേഷം അത് എങ്ങനെ സൈറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നെന്നും അത് എങ്ങനെയാണ് ഫിറ്റ് ഔട്ട് ഫാക്ടറി പ്രൊഡക്ഷൻ എടുക്കുന്നതെന്നുള്ള വ്യക്തമായ ധാരണ, അത് ഗ്ലാസ് ആയിക്കോട്ടെ, CNC ആയിക്കോട്ടെ, കബോർഡുകളായിക്കോട്ടെ, കിച്ചൺ കബോർഡുകളായിക്കോട്ടെ, സോഫ ആയിക്കോട്ടെ, ഇനി എന്ത് ഐറ്റംസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങളെ വ്യക്തമായി കാണിച്ചു തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മളെ ഫിനിഷിംഗ് ഏരിയ ആണ്. സാൻഡിങ് ഏരിയ, സീനർ, സ്റ്റെയിനിങ്, ഫൈനൽ ഫിനിഷസ്, കഴിഞ്ഞ് ഡ്രൈയിങ് റൂം. HDF എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ ചെയ്തിരിക്കുന്ന CNC വർക്കാണ്. അപ്പൊ ഇത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിവിഷനാണ്. ഇത് നമ്മൾ പൊതുവെ കാണുന്നതല്ല. ഇതിപ്പോ അതെങ്ങനെയാണെന്നുള്ളത് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ആക്ച്വലി നമ്മള് ഗ്ലാസ് അതൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ആ കട്ട് ചെയ്യേണ്ട ഗ്ലാസ് ആ സ്റ്റാൻഡ് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. അത് ആ സ്റ്റാൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ തന്നെ ആംസ് അത് പോയി സക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ട് ഈ മെഷീനിലോട്ട് ലോഡ് ചെയ്യും. നമുക്കൊരു CNC കട്ടിംഗ് ടേപ്പ് ഒരു സിസ്റ്റമാണ്. അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷനും അത് ഓടി അത് കട്ട് ചെയ്യും. കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ എഡ്ജസ് ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പൊ അതിനെ നമ്മളൊരു സ്മൂത്ത് എഡ്ജസ് ആക്കാൻ വേണ്ടിട്ട് അതിനെ 4 സൈഡ് പോളിഷ് ചെയ്യും. പോളിഷിംഗ് മെഷീൻ ആണ്. വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു എഡ്ജ് പോളിഷ്ഡ് ആയിരിക്കും. ആ ബോട്ടം എഡ്ജ് പോളിഷ്ഡ് ആയിട്ടാണ് വരിക. നമ്മളൊരു ചെറിയൊരു അപ്പോൾസ്ട്രി ഡിവിഷനാണ്. നമ്മളുടെ പ്രൊജക്റ്റിൽ വരുന്ന എല്ലാ അപ്പോൾസ്ട്രി വർക്കുകളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, ഇൻഹൗസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു അസംബ്ലി ഏരിയ ആണ്, പെർട്ടിക്കുലർലി ഫോർ ഷോപ്പ് ഫിറ്റ് ഔട്ട്സ് വർക്ക്സ്. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വർക്കാണ് ചെയ്യുന്നത്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് അവരുടെ ഇന്ത്യ വഴിയുള്ള ബാക്കിയുള്ള രാജ്യത്തേക്കുള്ള എല്ലാം ചെയ്യുന്നത്. നമ്മൾ അവരുടെ പ്രൊജക്റ്റിലേക്കുള്ള ചെയർസും എല്ലാം നമ്മളിവിടെ തന്നെയാണ് ഫാബ്രിക്കേറ്റ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫാക്ടറി നിങ്ങൾ കാണിച്ചു തരാന്, ഈ മാത്യുവിനെ പോലെ ഒരാളെ പരിചയപ്പെടുത്തി തരാനും ഒക്കെ സാധിച്ചത്. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്.